ഹലോ നമസ്കാരം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നെല്ലിക്ക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗുണങ്ങൾ ഏറിയ ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവർക്കും തിന്നാനും ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് അച്ചാറിട്ട് കഴിഞ്ഞാൽ അതിനേലും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു 40-40ഓളം നെല്ലിക്ക മേടിച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഒന്ന് ആവി കയറ്റി എടുത്തിട്ടാണ് വേവിക്കുന്നത്. അടിയിൽ ആവിപാത്രം ഉണ്ടെങ്കിൽ അതിൽ ഡയറക്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ആവിപാത്രം കേടായിട്ടിരിക്കുക. അപ്പോൾ അടിയിൽ കട്ടിയുള്ള ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ഞാൻ മറ്റേ ഓട്ടോട്ടയുള്ള പാത്രത്തിൽ നെല്ലിക്കകൾ വെച്ച് ഒരു 10 മിനിറ്റ് നേരം ഇതുപോലെ ആവിയാക്കിയിട്ടുണ്ട്. കണ്ട അല്ലികളൊക്കെ കറക്റ്റ് വിട്ട് വരും. ചൂടായ കാരണം തൊടാൻ പറ്റണില്ല. അപ്പോൾ അതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലെ അല്ലികൾ മാറ്റിയെടുക്കാം. ഒന്ന് ഞെക്കി കൊടുത്താൽ മതി. ഇതുപോലെ കഷ്ണങ്ങളാക്കി വരും. കത്തിയൊന്നും ഉപയോഗിക്കേണ്ടേ വരില്ല. ആ ഒരു പാകത്തിനാകുമ്പോൾ ഗ്യാസ് നിർത്തി ഇതുപോലെ മാറ്റി തിരിച്ചെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ റെഡിയാക്കി വെക്കേണ്ടത് വെളുത്തുള്ളി ഒരു 3 കുട എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. അതുപോലെ പച്ചമുളക് ഒരു 10-12 എണ്ണമൊക്കെ എടുക്കാം. നല്ല എരിവുള്ള പച്ചമുളകാണിത്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാനായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നല്ലെണ്ണ ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ നല്ലോണം എണ്ണ ഇത്തിരി കൂടുതലാണെങ്കിൽ നമ്മുടെ അച്ചാർ കേടാവാതിരിക്കുകയും ചെയ്യും. അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, ഒരു 3 വറ്റൽമുളക് പൊട്ടിച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ടതൊന്ന് ചൂടാക്കി എടുക്കാം. അതൊന്ന് മൊരിഞ്ഞ് വരുന്നതോട് കൂടി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി ഇത് മൊത്തം ഇട്ട് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ മൂപ്പിച്ചെടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഉള്ളിയുടെയും അതിൻ്റെ ഒക്കെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട പൊടികൾ ആഡ് ചെയ്യാം. അപ്പോൾ നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി 2.5 ടേബിൾ സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ കയ്യിലുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണോ 1/2 ടേബിൾ സ്പൂണോ ഇട്ട് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടാനായിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കാശ്മീരി ചില്ലി ഇല്ല. അതുകൊണ്ട് ഞാൻ സാധാരണ മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി അതിലേക്ക് നമുക്ക് കായത്തിൻ്റെ പൊടിയും ഉലുവയുടെ പൊടിയും ഇതേപോലെ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് അടുത്തതായിട്ട് ആവശ്യമായിട്ടുള്ളത് വിനാഗിരിയാണ്. വിനാഗിരി ഞാനിവിടെ ഒരു 1/2 കപ്പ് വിനാഗിരി ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തീ ഒരല്പം കൂട്ടി വെച്ച് കൊടുക്കാം. വിനാഗിരി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി അത് തിളയ്ക്കുന്നതോട് കൂടി തന്നെ നമുക്കതിലേക്ക് വെള്ളവും ഒഴിക്കണം. അപ്പോൾ ഈ വെള്ളം എന്ന് പറഞ്ഞാൽ വെറും വെള്ളം തിളപ്പിച്ചാറിയതല്ല. നമ്മൾ നേരത്തെ നെല്ലിക്ക വേവിച്ചെടുക്കാനായിട്ട് മറ്റേ ആവി കയറ്റാനായിട്ട് എടുത്ത വെള്ളം ഉണ്ടല്ലോ, ഞാൻ നല്ല വൃത്തിയായിട്ട് ഉള്ള വെള്ളമാണ് എടുത്തിരുന്നത്. അപ്പോൾ ആ വെള്ളം ഞാനൊരു കപ്പോളം ഒഴിക്കുന്നുണ്ട്. അതിപ്പോൾ ചൂടാറി തണുത്തിട്ടുണ്ടായിരുന്നു. കാരണം ആ വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ്. ഇപ്പോൾ നമ്മൾ നെല്ലിക്ക ഇനിയിപ്പോൾ വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നവരാണെങ്കിലും ആ വെള്ളം കളയാതെ ഇതിനകത്തോട്ട് ഒഴിക്കുകയാണെങ്കിൽ നല്ല ഒരു ഫ്ലേവറായിരിക്കും. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ തിളയ്ക്കുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിടാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇടാം. അപ്പോൾ വിനാഗിരി ഇടുമ്പോഴും ഒക്കെ പുളി നോക്കുക കൂടുതൽ വേണോ വേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂണും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ മൊത്തം 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത്രയും മതിയാവും. അപ്പോൾ വെള്ളം നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ എണ്ണയൊക്കെ തെളിയുമ്പോൾ നമുക്കതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഇനി നെല്ലിക്ക ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് ഒരു ചെറുതായി ഒന്ന് ഇപ്പോൾ അധികം വല്ലാണ്ട് വെട്ടി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അതിൽ നെല്ലിക്കയിലേക്ക് ഈ വെള്ളം മൊത്തം വലിച്ചെടുത്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനിരിക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് കട്ടിയാവും, വെള്ളമൊക്കെ പോവും. അപ്പോൾ നമുക്കിത് അടുപ്പത്തു നിന്ന് ഇറക്കി വയ്ക്കാം. ഇനി നല്ലപോലെ ചൂടാറിയതിന് ശേഷം നോക്കുമ്പോൾ ഇത്തിരി കൂടി ഒന്ന് ചേർന്ന് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ വേറെ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി ചേർന്ന് കിടക്കുന്നുണ്ടാവും ചൂടാറി കഴിയുമ്പോൾ കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ഒന്നും കൂടി തിക്കായി വെള്ളം. ഇനിയും ഇരിക്കുന്തോറും അത് വെള്ളം വലിച്ചെടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് നമുക്ക് ഈ ഒരു പാകത്തിൽ നമുക്ക് നല്ല അടച്ചുറപ്പുള്ള നല്ല ക്ലീനായിട്ട് ഡ്രൈ ആയിട്ടുള്ള ചില്ലിൻ്റെ ഒരു കുപ്പിയിൽ അടച്ചെടുത്ത് വയ്ക്കാം. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഒന്നും കൂടിയും ഇതൊക്കെ സോഫ്റ്റാവും, കൂടുതൽ സോഫ്റ്റാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളി നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ പറയണം. ഇഷ്ടമായ ലൈക്ക് തരണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്